നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസിഡുകളെ കുറിച്ചാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളിലും ആസിഡ് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വസ്തുവിന്റെ പേര് കേൾക്കുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യും. ആദ്യത്തേത് സസ്യങ്ങളിൽ ഇല പൊഴിയാൻ കാരണമായിട്ടുള്ള ആസിഡ്, അബ്സസിക് ആസിഡ്. ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടി ലീവ് ആയി കഴിഞ്ഞാൽ അവിടെ രേഖപ്പെടുത്തുന്നത് ആബ്സെന്റ് എന്നാണ്. അതുപോലെ തന്നെ സസ്യത്തിലെ ഒരു ഇല പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് അതിനെ ആബ്സെന്റ് എന്ന് രേഖപ്പെടുത്തിക്കൂടെ. തക്കാളിയിലും ചോക്ലേറ്റും അടങ്ങിയിട്ടുള്ള ആസിഡാണ് ഓക്സാലിക് ആസിഡ്. ഓസിന് തക്കാളിയും ചോക്ലേറ്റും കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാവുകയും ചെയ്യും. നെല്ലിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ഫൈറ്റിക് ആസിഡ്. പണ്ട് കാലങ്ങളിൽ നെല്ല് കുത്തുക എന്നൊക്കെ പറയുന്നത് വളരെ ഫൈറ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു, വളരെ ബലം പിടിച്ചിട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് നെല്ലിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഫൈറ്റിക് ആസിഡ്, ഫൈറ്റി എന്ന് കണക്ട് ചെയ്യാം. അടുത്തത് തേങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് കാപ്രിക് ആസിഡ്. തേങ്ങ ഉണങ്ങിക്കഴിഞ്ഞാൽ കൊപ്ര എന്ന് പറയാറുണ്ട്, അതുകൊണ്ട് കാപ്രിക് ആസിഡിനെ കൊപ്ര എന്നും കണക്ട് ചെയ്യാം. തൈര്, മോര് എന്നിവയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. തൈരും മോരും ഉണ്ടാവുന്നത് പാലിൽ നിന്നാണ്. ചെറിയ കുട്ടികൾക്ക് അവരുടെ അമ്മമാർക്ക് പാലില്ല എന്നുണ്ടെങ്കിൽ ലാക്ടോജൻ ആണ് കലക്കി കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ലാക്റ്റിക് ആസിഡിനെ ലാക്ടോജൻ എന്ന് കണക്ട് ചെയ്താലും പുളി, മുന്തിരി എന്നിവയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ടാർട്ടാറിക് ആസിഡ്. ഈ പുളിയുടെയും മുന്തിരിയുടെയും നിറം ഒരു കറുപ്പ് നിറാണല്ലോ, അതുകൊണ്ട് ടാറുമായിട്ട്, അതായത് റോഡ് പണിക്ക് എടുക്കുന്ന ടാറുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. ഉറുമ്പിന്റെയും തേനീച്ചയുടെയും ശരീരത്തിൽ കാണപ്പെടുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. ഈ തേനീച്ച തേനൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ ഫോമാണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാവുന്നത്. പാം ഓയിലുള്ള ആസിഡാണ് പാൽമാറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. പ എന്നും കണക്ട് ചെയ്യാം. വെറ്റിലയിലുള്ള ആസിഡാണ് കാറ്റച്യൂണിക് ആസിഡ്. അത് വെറ്റില നമ്മൾ വായിൽ വെച്ച് ചവക്കല്ലേ, ചവക്കുക, ചൂണിക് എന്നും കണക്ട് ചെയ്യാം. സോഫ്റ്റ് ഡ്രിങ്ക്സിലുള്ള ആസിഡാണ് ഫോസ്ഫോറിക് ആസിഡ്. ഈ ഫോറിൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ടാണല്ലോ പോവാറുള്ളത്. അതുകൊണ്ട് സോഫ്റ്റ് ഡ്രിങ്കിൽ അടങ്ങിയിട്ടുള്ള ആസിഡിനെ ഫോറിൻ എന്ന് കണക്ട് ചെയ്താൽ ഫോസ്ഫോറിക് ആസിഡ് എന്ന് കിട്ടും. വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് അസറ്റിക് ആസിഡ്. ഇത് മനുഷ്യർ ആദ്യമായി കണ്ടെത്തിയിട്ടുള്ള ആസിഡാണ്. അതുകൊണ്ട് മനുഷ്യന്മാരെ ഇത് ആർക്കും തന്നെ ഈ ക്രെഡിറ്റ് വിട്ടെടുക്കൂല. അത് നമ്മുടെ സ്വന്തം അസറ്റ് ആയിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അടുത്തതാണ് ടാനിക് ആസിഡ്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ടാനിക് എന്നുള്ളത് ടിന്നാക്കി മാറ്റിയാൽ മഷി ടിന്നിലിട്ട് വെച്ചു. സൾഫ്യൂരിക് ആസിഡ്. വാഹനങ്ങളുടെ ബാറ്ററിയിലും ഇൻവെർട്ടറിലും അടങ്ങിയിട്ടുള്ള ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഇതിലെ ഫ്യൂ എന്നുള്ളത് മുന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫ്യൂസ് എന്ന് കണക്ട് ചെയ്യാം. ഫ്യൂസ് ഊരിക്കഴിഞ്ഞാല് നമുക്ക് ഇൻവെർട്ടർ ഉപയോഗിക്കേണ്ടി വരുമല്ലോ. അടുത്തതാണ് നൈട്രിക് ആസിഡ്. രാസവളത്തിന്റെയും പെയിന്റ്, ഡൈ എന്നിവയുടെ നിർമ്മാണത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. രാസവളത്തിനും പെയിന്റിനൊക്കെ നമുക്ക് ഒരു മുഷിഞ്ഞ സ്മെല്ല് തോന്നാറുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നൈറ്റിലാണ് ഉപയോഗിക്കുന്നത് എന്ന് കണക്ട് ചെയ്യാം. സിട്രിക് ആസിഡ്. ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാനും പാനീയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. ഭക്ഷണ വസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഒരു ട്രിക്ക് ഉപയോഗിച്ചു. വെണ്ണ, നെയ്യിൽ ഉൾപ്പെട്ടിട്ടുള്ള ആസിഡാണ് ബ്യൂട്ടറിക് ആസിഡ്. പഴമക്കാർ പറയാറുണ്ട് നെയ്യൊക്കെ നല്ലോണം കഴിക്കണം, ബ്യൂട്ടി ഒക്കെ ഉണ്ടാവട്ടെ എന്നുള്ളത്. മാംസ്യത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണെന്ന് അറിയോ? അമിനോ ആസിഡ്. അതിൽ ആ എന്ന് മാറ്റിയാൽ മീനി എന്ന് കിട്ടും അല്ലെ. അമിനോ, മീനി എന്ന് ലഭിക്കും. അതുകൊണ്ട് മീനൊരു മാംസ്യമാണല്ലോ.